എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ചട്ടിച്ചോറുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നാടൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുട്ടയുമുണ്ട്. അപ്പോൾ ഈ ചിക്കനിൽ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഉലുവപ്പൊടി എന്നിവയൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ചിക്കൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നാടൻ ചിക്കൻ ആയതിനാൽ ഞാൻ കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത്. കൂടുതൽ വേവ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 2 വിസിൽ എന്തായാലും വേണം, എങ്കിൽ മാത്രമേ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആണെങ്കിൽ കുക്കറിലിടേണ്ട ആവശ്യമില്ല. ഇതിൽ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അപ്പോഴേക്കും നമ്മൾക്ക് ഇതിൻ്റെ മുട്ടയൊന്ന് ചെറുതായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് മാത്രമേ വേണ്ടൂ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾക്ക് ഈ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. ഇവിടെ ഈ മുട്ട നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരണമെങ്കിൽ നമ്മൾക്കിതൊന്നും നിർത്താതെ ഇളക്കി കൊടുത്തിരുന്നാൽ മതി. എല്ലാ ഭാഗവും പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മുട്ട ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ഇനി ഇവിടെ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് ഫ്രൈ ചെയ്യുന്നത്. അതിലാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കോൺഫ്ലവർ, മുട്ട എന്നിവയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. ഇത് വട്ടത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വളരെ കുറച്ച് ഉപ്പും വിനീഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് കോരി അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായി ഒരു ചട്ടി ചൂടാകാൻ വെക്കാം. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക്, പച്ചമുളക്, കറിവേപ്പില എന്നിവയൊക്കെ ആഡ് ചെയ്യാം. വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. മുളകും കറിവേപ്പിലയൊക്കെ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം അടുത്തത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും അരിയാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇവിടെ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളിയും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കാൻ കുക്കറിലിടുന്ന സമയത്ത് ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതായത് നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണുള്ളത്. കാരണം ചട്ടി ആയതിനാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതീയിൽ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ആ ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് തേങ്ങാപ്പാൽ, അതൊരു 1/4 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ കറി നല്ല വെള്ളം പോലത്തെ കറിയല്ല, കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തളിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറി ഇവിടെ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്നും ഞാൻ കുറച്ച് ചിക്കനും മസാലയും മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതായത് മുഴുവൻ മസാലയിലും ഞാൻ ചോറ് മിക്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ കറി മാറ്റുകയാണ്. അപ്പോൾ ഈ ചിക്കൻ കറി നമ്മൾക്ക് ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊന്നരിയുടെ ചോറാണ് ചേർക്കേണ്ടതെങ്കിൽ അത് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനും ചോറും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ ആക്കിയെടുത്തിരിക്കുന്ന കറിയില്ല, അതിൽ നിന്ന് കുറച്ച് പീസും കുറച്ച് മസാലയും വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുട്ട ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് ആഡ് ചെയ്യാം. അടുത്തതായി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ കൂടി ആഡ് ചെയ്യാം. ആവശ്യമുള്ളത്ര പീസ് ഇതിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി, ഉപ്പും വിനീഗറും ഇട്ട് വെച്ചിരുന്നു, അത് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ കൂടെ കഴിക്കുവാൻ. ഇനി നമ്മൾക്കിതിലേക്ക് പപ്പടം കൂടി വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുവാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്